നഗരസഭ ഭരണത്തിലേക്ക് എത്തിയ ബിജെപിയുടെ നീക്കമാണ്. നഗരത്തിനകത്തെ നിരത്തുകളിലെയും ഇടറോഡുകളിലെയും ഒക്കെ ലക്ഷ്യമിട്ട് തുടങ്ങിയ ബസ് സർവീസ് അത് എന്തിന് സിറ്റിക്ക് പുറത്ത് സർവീസ് നടത്തുന്നു എന്ന ചോദ്യമാണ് മേയർ ഉയർത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് സംഭവിക്കില്ലേ? തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. അത് അനുവദിക്കാനാകില്ല. ഈ ബസ്സുകൾ KSRTC തിരികെ തരണം എന്നാണ് മേയർ ആവശ്യം മുന്നോട്ട് വെച്ചത്. ബിരിയാണിയും ചോറും എല്ലാം കൂടെ ഒരുമിച്ച് തരാം കേട്ടോ. ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ പണം എന്ന് പറയുന്നതും സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ നിന്ന് പോകുന്നതാണ്. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ആ പദ്ധതിയുടെ ഏതാണ്ട് 60% തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഈ വണ്ടികളുടെ മെയിൻ്റനൻസ് മുഴുവൻ KSRTC ആണ്. ഇതിന് ഡ്രൈവർ, കണ്ടക്ടർ, ടിക്കറ്റ് മെഷീൻ, സർവ്വ സാധനങ്ങളും KSRTC ആണ്. ഈ വണ്ടി തിരുവനന്തപുരത്തിന് പുറത്ത് ഓടുന്നില്ല, മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു. ഞാൻ അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. പക്ഷേ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പുത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിൻകര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ. ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ കാര്യം പറയുന്നത്. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. വേറെ എനിക്ക് സന്തോഷമായി. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിലും ഒക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാ. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല, എന്നോട് ക്ഷമിക്കണം. ആ വണ്ടികൾ ഓടുന്നുണ്ട്, ആ വണ്ടി ഓടിക്കും, അതിനാരുടെ അനുവാദം ആവശ്യമില്ല. എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഇതൊക്കെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്. വായിച്ചു നോക്കുക, പഠിക്കുക, പഠിച്ചിട്ട് മറുപടി പറയുക. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി.